PT തോമസ് MLA, നിങ്ങളുടെ UDF-ൽ നിന്നുള്ള PT തോമസ് MLA സഭയിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വായിച്ചിരിക്കുന്ന രേഖ, സഭാരേഖ എന്റെ കയ്യിലുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് കേരള സ്റ്റോറിയുടെ കഥ, സോണിയ സെബാസ്റ്റ്യന്റെയും ബെക്സന്റെയും മറ്റും കഥ. അതിൽ ഈ 32,000 എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിൽ തെറ്റായിട്ടുള്ളത്. ബാക്കി ആ സ്റ്റോറി തന്നെയാന്നേ. ആ സ്റ്റോറി ഞാൻ ചോദിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ടോ? നിങ്ങൾ അങ്ങയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് സിനിമയായിട്ട് കണ്ടോ? സിനിമയായിട്ട് കണ്ടോ? നരോദ്യപ്പെട്ട കൂട്ടക്കൊല, ഈ ഗുജറാത്ത് വംശഹത്യ, ഇതൊക്കെ നടന്ന സമയത്തല്ലേ? ഈ ബജറംഗി എന്ന് പറയുന്നതാണ് ഇപ്പോഴും ജയിലിലാണ്, കൂടുതൽ സമയത്ത് പരോളിലാണ്. ആര് പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, എക്സോഡസ് നടന്നതാണോ? കേരളത്തിൽ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഷാക്കറിന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഉത്തരം പറയൂ, നിങ്ങൾ ഉത്തരം തരൂ. അല്ല, ഞാൻ സമ്മതിച്ചു. ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന അതിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, തെറ്റാണ്, സമ്മതിച്ചു. ഞാൻ ചോദിക്കട്ടെ, കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ? കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? അതെന്ത് പരിപാടിയാണ് ഷാക്കറെ? മുതലാളി അതെന്ത് പരിപാടിയാണ് മുതലാളി? അതെന്ത് പരിപാടിയാണ് മുതലാളി? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലോ. കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീരിൽ നിന്ന് ഓടിക്കുന്ന എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞു, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇവരെല്ലാം ഉണ്ട്. അതേ പറഞ്ഞിട്ടുള്ളൂ. ആ സിനിമ ഞാൻ ചോദിച്ചത് അതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത്. നിങ്ങളുടെ ഷാക്കിറിന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത്. കാശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാശ്മീരി എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം കേട്ടോ. പരിഹാരം കഴിക്കുന്നവർക്കും പത്തിരി കഴിക്കുന്നവർക്കും മനസ്സിലാവും കേട്ടോ. നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ ഈ ന്യൂസ് എയ്റ്റീൻ പ്രേക്ഷകർ കാണുന്നത്. കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസിനെ പറ്റി കമാൻ അക്ഷരം പറയാത്തവരൊക്കെ എന്തിനാണ് കേരള സ്റ്റോറിയെ പറ്റി പറയുന്നത്? എന്തിനാണ് ബാബുഭദ്രനെ പറ്റി പറയുന്നത്? ഒരു ഭാഗത്ത് നടന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യം, മറ്റേതാണെങ്കിൽ പ്രശ്നമില്ല. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഷാക്കിർ നിങ്ങളോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ഈ ചർച്ച ഇപ്പൊ നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇപ്പൊ ആൾക്കാർ കാണുക. ഞാൻ 5 മിനിറ്റായിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ? നിങ്ങളുടെ തൊലി ഇളകുന്നതാണ് പ്രേക്ഷകർ ലൈവിൽ കാണുന്നത്. കാശ്മീരി എക്സോഡസ് നടന്നോ ഇല്ലയോ? കാശ്മീരി എക്സോഡസ് നടന്നോ ഇല്ലയോ? നിങ്ങൾക്ക് നിസ്സാരമാണ്. നോക്കൂ, നിങ്ങൾ എവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നിങ്ങൾ സമ്മതിക്കുന്നു. കേരള സ്റ്റോറിയുടെ കഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വായിച്ച റിയൽ ഇൻസിഡന്റ് ആണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നോ? നിങ്ങളുടെ MLA, നിങ്ങളുടെ UDF-ലെ PT തോമസിനോട് പറഞ്ഞതാ. അപ്പൊ കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസിനെ പറ്റി നിങ്ങൾ കമാന്ന് മിണ്ടൂല. നിങ്ങൾക്ക് അതിനെ തള്ളി പറയാൻ ധൈര്യമില്ല. നിങ്ങൾക്ക് കേരള സ്റ്റോറി നിങ്ങളുടെ MLA-യോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ പറ്റി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് തന്റെ ഇടമില്ല. പിന്നെ എന്തിനാണ് സാറേ ഈ വൺ ഡയറക്ഷനിലായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വാദിക്കുന്നത്? നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ ഡേ ആണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം സാറേ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും സിനിമയെ സിനിമയായി കാണണമെന്ന നിലപാടിന്റെ കാര്യത്തിലും ഇരട്ടത്താപ്പുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഞാൻ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത. നിങ്ങൾ ന്യൂസ് നോക്കൂ, നിങ്ങൾ പത്രം പോലും വായിക്കുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ ന്യൂസ് നോക്കൂ. അതിന്റെ പ്രൊമോഷണൽ കാർഡിലടക്കം നീക്കം ചെയ്തില്ലേ? പ്രൊമോഷണൽ കാർഡിലടക്കം നീക്കം ചെയ്തില്ലേ? എന്താണ് ചേട്ടാ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? എന്താണ് ചേട്ടാ? ഞാൻ ഇത്രയും സമയത്തല്ലോ, കഴിഞ്ഞ 10 മിനിറ്റായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്. ചർച്ച തീരാനുള്ള സമയം വരെയും നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസിനെ പറ്റി നിങ്ങൾ മിണ്ടൂല. നിങ്ങൾക്ക് തന്നെ അറിയില്ല, നിങ്ങൾക്ക് ചരിത്രബോധമില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പൊന്നു ഷാക്കിർ മുതലാളി, ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് അല്ല, അത് ഹൈവേ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകണം. നിങ്ങൾക്ക് വണ്ടി ഒരു സ്ഥലത്തിലേക്ക് പോവുള്ളൂ. നിങ്ങൾ മറ്റേ സൈഡ് ബാരിക്കേഡ് വെച്ചിരിക്കുക. ഷാക്കിറെ, കഷ്ടമാണ് ഷാക്കിറെ. നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ ഷാക്കിറെ? ഇവിടെ ഷാക്കിർ, ഫക്രുദ്ദീൻ, രാഹുൽ ഈശ്വർ.